ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഇപ്പം നമുക്കിപ്പോൾ കോട്ടക്കിന്റെ 2-3 കാർഡുകൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് ജോയിൻ ഫീസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ലിമിറ്റഡ് ടൈം ഓഫറാണ്. നമ്മളിപ്പോൾ റീസെന്റ് എയർടെൽ ആക്സിസ് കാർഡിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ ലിമിറ്റഡ് ഓഫർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ ബാങ്കുകൾ ഇപ്പോൾ ലിമിറ്റഡ് ഓഫറായിട്ട് ക്രെഡിറ്റ് കാർഡുകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, അതും എസ്പെഷ്യലി കോട്ടക്കോ ആക്സിസ് ബാങ്കോ കാർഡൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ടൈമാണ്. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് നോക്കിയും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. HSBC.bankssupport. നിങ്ങൾക്ക് അത് കൂടെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ട്രൈ നോക്കാൻ മറക്കേണ്ട. സെറ്റപ്പ് റെഫർ ലിങ്കുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻസ് ചാനൽസ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്കൊക്കെ താഴെ കാണാം. അതുപോലെ തന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഓഫർ വന്നിരിക്കുന്നത് കോട്ടക്കിന്റെ ക്യാഷ് ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡ്, എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡും എയർ ക്രെഡിറ്റ് കാർഡും നമുക്കിപ്പോൾ ജോയിൻ ഫീസ് ഇല്ലാണ്ട്, അതായത് 0 ജോയിൻ ഫീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ 3 കാർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് 3 കാർഡും പുതിയ കാർഡുകളാണ്. ക്യാഷ് ബാക്ക് കാർഡ് എന്ന് പറയുന്നതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറയാം. ഈ 3 കാർഡുകളിലും ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ പറയാം. ഈ ക്യാഷ് ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡിന്റെ ശരിക്കും ജോയിൻ ഫീസ് വരും, ആനുവൽ ഫീസും വരുന്നത് 750 രൂപ പ്ലസ് GST ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഓഫേഴ്സ് 5% ക്യാഷ് ബാക്കും കാർഡിലൊക്കെ കിട്ടുന്നുണ്ട്. ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡാണ്. 5% ക്യാഷ് ബാക്ക് ഓൺ ഓൺലൈൻ ഫുഡ്, ഗ്രോസറീസ്, എന്റർടൈൻമെന്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 3% ക്യാഷ് ബാക്ക് ഫോർ ഫ്യൂവൽ ആൻഡ് അൺലിമിറ്റഡ് ഇതിനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 0.5% ക്യാഷ് ബാക്ക് അതർ കാറ്റഗറിയിലും കിട്ടുന്നുണ്ട് കേട്ടോ. വെൽക്കം ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ബൈ 1 ഗെറ്റ് 1 ബുക്ക് മൈ ഷോയിൽ കിട്ടുന്നുണ്ട്. പിന്നെ PVR ഐനോക്സ് ആപ്പിൽ കിട്ടുന്നുണ്ട്. പിന്നെന്താ, ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയാണ് കേട്ടോ. നല്ല കാര്യം തന്നെയാണ്. ലോഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആനുവൽ ഫീസും ജോയിൻ ഫീസും ഓണായി കിട്ടും. ഇപ്പം നമുക്ക് എന്തായാലും ജോയിൻ ഫീസ് ഇല്ല. പിന്നെ ബാക്കിയൊക്കെ നോർമലി വരുന്ന പോലെ തന്നെ ഫോറിൻ കറൻസി മാർക്ക് 3.5 ആണ്. ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് വരുന്നുണ്ട്, 1% ആണ് വരുന്നത്. അതൊക്കെ നോർമലി ബാക്കിയുള്ള കാർഡുകൾ പോലെ തന്നെ കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് എയറും എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡാണ്. ഇത് ആക്ച്വലി ഒരു ട്രാവൽ ക്രെഡിറ്റ് കാർഡ്, നിങ്ങൾക്ക് ആ പേരിൽ തന്നെ അറിയണ്ടായിരിക്കും. ഇതിന്റെ ആക്ച്വലി ജോയിൻ ഫീസും ഇതൊക്കെ വരുന്നത്, ആനുവൽ ഫീസൊക്കെ വരുന്നത് 999 പ്ലസ് GST ആണ്. ട്രാവൽ കാറ്റഗറിയിൽ വരുന്ന ക്രെഡിറ്റ് കാർഡാണ്. റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് എയർ മൈൽസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് 3 എയർ മൈൽസ് ആണ് പെർ 100 rupees സ്പെൻഡ് ഓൺ ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽ ബുക്കിംഗ് വിയ ഹോട്ടൽ അൺബോക്സിംഗ് സൈറ്റിൽ കൂടെ. 1 എയർ മൈൽസ് ആണ് പെർ 100 rupees സ്പെൻസ് ഓൺ അതർ പർച്ചേസ് കേട്ടോ. പിന്നെ 1 എയർ മൈൽസ് ഈക്വൽ ടു 1 രൂപയാണ്. പിന്നെ നിങ്ങൾക്ക് ലോഞ്ചസോ കാര്യങ്ങളൊന്നും വലിയ കാര്യമൊന്നുമില്ല. 6000 രൂപ നിങ്ങൾ ക്വാർട്ടറിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് കിട്ടുന്നുണ്ട്. ഇന്റർനാഷണൽ ലോഞ്ചസ് ഒന്നും ഇല്ല കേട്ടോ. ഇൻഷുറൻസും സംഭവങ്ങളൊന്നും ഇല്ല. 2.5 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ആനുവൽ ഫീസും വേവ് ഓഫ് ചെയ്യാൻ പറ്റും. ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് 3.5%. ഇതൊക്കെ സിമ്പിൾ സെയിം സംഭവങ്ങളൊക്കെ തന്നെ. പിന്നെന്താ, വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല. പിന്നെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 1000 എയർ മൈൽസ് കിട്ടുന്നുണ്ട്. ജോയിൻ ഫീസ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വെൽക്കം ബെനിഫിറ്റ് കിട്ടില്ല കേട്ടോ. അതെടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ കാര്യമുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ എയർ മൈൽസ് പ്ലസ് കാർഡ് ഉണ്ട്. അത് കുറച്ചൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കാർഡെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വലിയ സ്പെക്സ് ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ 3 കാർഡുകളും ഇതിന് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, വേറെ കാര്യം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് പോയി നോക്കാം. അപ്പോൾ ഈ 3 കാർഡുകൾ നമുക്കിപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ കോട്ടക്കിൻ്റെയും സംഭവമൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണമെന്ന് മറക്കണ്ട. അടുത്ത കാണാം.